തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ചുരുക്കത്തിൽ എല്ലാവരും കൂടി ഞങ്ങളെ ശരിയാക്കിയെന്ന് സാരം. ശരിയെന്നാ, ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളായിക്കോ. നിങ്ങളെല്ലാം ഒറ്റക്കെട്ട്, ഞങ്ങളാണല്ലോ പുറത്തുള്ളവർ. അയ്യോ ബാബിസേ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. പിന്നെ എന്താണാവോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് നിങ്ങളും ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ സീക്രറ്റ് വിളിക്കുന്നില്ലേ? നന്ദ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും മൂന്നിൻ്റെ വായ്ക്കും സിബിട്ടതുപോലെയായി. പറ എന്തോ വിളിക്കുന്നില്ലേ? എന്തോന്ന് മറിച്ച് വെച്ച് നിങ്ങൾ ഏട്ടന്മാരെ ചുറ്റിക്കുവാണെന്ന്. അതിനൊരു ഡോസാണ് ഇതെന്നും അവർ പറഞ്ഞ്. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റീം അപ്പം തന്നെ അവിടെ നിന്ന് എക്സ്കേപ്പ് അടിച്ചു. ഞങ്ങൾക്ക് നല്ല ക്ഷീണം, നമുക്ക് നാളെ കാണാം അതും പറഞ്ഞ് ബാക്കി രണ്ടും കൂടി പോയി. കാര്യം പറഞ്ഞപ്പോൾ മൂന്നും മുങ്ങി. അത്ര നാളെ ഇങ്ങനെ മുങ്ങി നടക്കും. കണ്ടുപിടിക്കാനുള്ളതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അത് മനസ്സിലോർത്ത് നന്ദ് കിടക്കാനുള്ള പണി നോക്കി. റിൻഷ റൂമിലേക്ക് കയറാൻ നിന്നതും അവൾക്ക് മുന്നിലേക്ക് കയറി നിഹ നിന്നു. എവിടേക്കാ ഇത്ര ധൃതിപ്പെട്ട് പോകുന്നേ? നിൽക്കുന്നേ, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നേ. നിഹേ, എനിക്കിപ്പോൾ നിന്നോടൊന്നും സംസാരിക്കാനില്ല, നീ മുന്നിൽ നിന്ന് മാറ്. അതും പറഞ്ഞ് റിൻഷ അകത്തേക്ക് കയറാൻ നിന്നതും നിഹ വീണ്ടും അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. ഞാനിവിടെ വന്നത് നിന്നോട് സംസാരിക്കാനാണെങ്കിൽ തീർച്ചയായും സംസാരിച്ചിട്ടേ പോകൂ. മിക്കവാറും ഇവളെൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടേ പോകൂ. പക്ഷേലാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. ഒന്നാമത് എൻ്റെ മൈൻഡ് ശരിയല്ല. നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോ. റിൻഷ അത് പറഞ്ഞതും നിഹ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചിട്ട് റൂമിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് റിൻഷയുടെ നേരെ തിരിഞ്ഞു. നിൻ്റെ മൈൻഡ് ശരിയല്ലല്ലേ? ആകരുതല്ലോ, അതിനുവേണ്ടിയല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. നിൻ്റെയൊക്കെ സമാധാനം കെടുത്താൻ. സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. മനസ്സമാധാനം കിട്ടാതെ നീ അലയണം. അതിനുവേണ്ടിയാ കൺമുന്നിലുണ്ടായിട്ടു നിന്നെയൊക്കെ കൊല്ലാതെ വിട്ടിരിക്കുന്നത്. നീ എൻ്റെ മുന്നിലുള്ള ഓരോ നിമിഷവും നിന്നെ കൊല്ലാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നിട്ടെന്താ ഒന്നും ചെയ്യാത്തേ? ഇവിടെ ഇപ്പം നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റാരുമില്ല. ധൈര്യമുണ്ട് നീ എന്നൊന്ന് കൊല്ലടി. നിഹയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ഒരുമാതിരി സൈക്കോ പോലെ റിൻഷ പറഞ്ഞതും നിഹ ഒന്ന് ഞെട്ടി ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചു. എന്താ, കൊല്ലുന്നില്ലേ? പേടിയാണോ നിനക്ക്? പേടിയോ? കൊല്ലും ഞാൻ, പക്ഷെ ഇപ്പല്ല. നിനക്ക് വേണ്ടപ്പെട്ടതെല്ലാം നിന്റെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെട്ട് നീ ഒന്നുമല്ലാതാകുന്ന നേരം നിന്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരെയും നിന്റെ മുന്നിൽ വെച്ച് ഇല്ലാതാക്കും ഞാൻ. നിഹ പറഞ്ഞു തീരുമുന്നേ റിൻഷ റിഹയെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിലൊട്ടിച്ചു. റിൻഷയുടെ കൈയെടുത്ത് മാറ്റാൻ അവൾ ശ്രമിക്കുന്നതനുസരിച്ച് റിൻഷ പിടി ഒന്നുകൂടെ മുറുക്കി. അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് നോക്കി അവൾ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. നിനക്ക് ജീവനുണ്ടെങ്കിലല്ലേ നീ അവരെ ഉപദ്രവിക്കൂ. നിന്റെ ജീവനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുക്കുക. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടും. അതും പറഞ്ഞ് അവൾ നിഹയെ ഭിത്തിയോട് ചേർത്ത് തന്നെ മുകളിലേക്ക് പൊക്കി. നോക്കണ്ട, കഥകിലാരോ മുട്ടുന്നതാ. അത് കേട്ട് നേഹ ധൈര്യമായി റിൻഷയൊന്ന് നോക്കിയെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. നിഹയാണ് തൊട്ടു മുന്നിൽ കാലിനെ കാണുവാണ്. റിൻഷ, വാതിൽ തുറക്ക്. ദേവൻ വിളിക്കുന്നത് കേട്ടിട്ടും അവൾ അനങ്ങിയില്ല. ഇനിയും നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കുവേ. കഥകിൽ ശക്തിയെ തട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞതും റിൻഷ ദേഷ്യത്തിൽ നിഹയുടെ കയത്തിലെ പിടിവിട്ടു. ഓൺ ദി സ്പോട്ട് അവൾ താഴെ വീണു. ചുമച്ചുകൊണ്ട് അവൾ ഭിത്തിയിൽ ചാരിയിരിക്കുന്നത് കണ്ട് റിൻഷ ദേഷ്യത്തോടെ ചെന്ന് വാതിൽ തുറന്നു. ദേവനെ ഒന്ന് തർപ്പിച്ച് നോക്കിയവൾ അവിടെ നിന്നും പോയി. അത് കണ്ട് ദേവൻ കാര്യമെന്തെന്നറിയാതെ അകത്തേക്ക് കയറിയതും ഭിത്തിയുടെ ഒരു മൂലക്ക് തളർന്നു ചാരിയിരിക്കുന്ന നിഹയാണ് കാണുന്നത്. നിഹ! ദേവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ ടേബിളിലിരിക്കുന്ന വെള്ളം ചൂണ്ടിക്കാണിച്ചു. അപ്പം തന്നെ ദേവൻ അതെടുത്ത് അവൾക്ക് കൊടുത്തു. 2-3 ഇറക്കി കുടിച്ചിട്ട് അവളത് നിലത്തേക്ക് വെച്ചിട്ട് കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. അറിയൂ ഓക്കെ? എന്താ നിനക്ക് പറ്റിയേ? അവളൊന്ന് ഓക്കെ എന്ന് തോന്നിയതും ദേവൻ ചോദിച്ചപ്പോൾ അവൻ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് നിഹ ചവിട്ടിത്തുള്ളി അവിടുന്ന് പോയി. ദേവനാണെങ്കിൽ എന്തപ്പം നടന്നതെന്ന കണക്ക് നിൽക്കുവാണ്. റിൻഷ നേരെ ചെന്നത് റീമയുടെ റൂമിലേക്കാണ്. അവൾ ചെല്ലുമ്പോൾ ശ്രുതിയും റീമയും എന്തോ സംസാരിക്കുമായിരുന്നു. റിൻഷ അകത്ത് കയറി വാതിലടച്ചിരിക്കുന്നത് കേട്ടാണ് അവൾ ഞെട്ടി എന്നിട്ടത്. റിൻഷ അതൊന്നും മൈൻഡാക്കാതെ നേരെ ചെന്ന് ബെഡിൽ കിടന്നിട്ട് നിലവഴി പുതുപ്പിട്ടു. അത് കണ്ട് രണ്ടെന്തോ സംഭവം അറിയാതെ നിന്നെങ്കിലും പതിയെ റിൻഷയോട് തന്നെ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. പക്ഷെ അവളാണെങ്കിൽ അതിന് മറുപടി കൊടുക്കു പോയിട്ട് ഒന്ന് അനങ്ങ പോലും ചെയ്തില്ല. സിധു, എനിക്കൊന്നും കേൾക്കണ്ട, എത്രയും വേഗം അവളുടെ കഥ കഴിക്കണം. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ നേരെ കൈ ഉയർത്തിയത്. നിഹ കൂൾ. എങ്ങനെയാണ് ഞാൻ കൂളാവേണ്ടത്? ഇനി നീട്ടിക്കൊണ്ട് പോകുന്നതിന് അർത്ഥമില്ല. ചെയ്യാനുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഡോണ്ട് വറി, ഞാൻ നോക്കിക്കോളാം എല്ലാം. ഗുഡ് മോർണിംഗ് അമ്മ. ഈ വർഷത്തെ ലാസ്റ്റ് ഗുഡ് മോർണിംഗ് ആണ്. ആയിക്കോട്ടെ. അല്ല, ഈ റേഞ്ചിട്ട് എന്താ പരിപാടി? ഇപ്പോഴത്തെ പോലെ 3 എവിടെയെങ്കിലും തണ്ടാൻ ഇറങ്ങിക്കോ? നന്ദിനിയുടെ വക ചോദ്യമാണ്. ഇന്നത്തെ ദിവസം നോ കോംപ്രമൈസ് അമ്മ. ഞങ്ങൾ പോകും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ന്യൂ ഇയർ അല്ലേടാ, അപ്പോൾ അവരുടെ കൂടെ ആഘോഷിക്കണ്ടടാ. അതല്ലെങ്കിലും അത്രേ ഉള്ളൂ, അവരെ കൂട്ടിയാൽ ഞങ്ങൾ കൂടെ കൂട്ടു. അല്ല, അവർ 3 എവിടെ? ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. നിങ്ങൾ മറന്നോ? ഇന്നലെ റീമയുടെ ബ്രോൻ്റെ ഓർമ്മ ദിവസം.
നന്ദു കോഫി സിപ്പ് ചെയ്തുകൊണ്ട് നന്ദു പറഞ്ഞപ്പോഴാണ് അവർക്ക് ശ്രീ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ വരുന്നില്ല പിള്ളേരെ? നിങ്ങൾ പൊക്കോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം. അധികം വൈകരുത്. അത്രയും പറഞ്ഞ ആൻറ്റിയും കൂട്ടി ജോണിയങ്കൾ വീട്ടിലേക്ക് തിരിച്ചു. റോബിൻ്റെ കല്ലറയ്ക്ക് മുകളിൽ വെച്ച പൂക്കൾ ഒന്നും കൂടെ ശരിക്ക് വെച്ച് കുറച്ചു നേരം കൂടി റീമ അവിടെ നിന്നു. കൂടെ റിച്ചും ശ്രുതിയും. പോകാം. കുറച്ച് കഴിഞ്ഞത് റിച്ചു ചോദിച്ചു, നിങ്ങൾ നടന്നോ, ഞാനൊന്ന് പള്ളിയിൽ കയറിച്ച് വരാം. ആഫ്റ്റർനൂൺ. ഹലോ, എന്താ ലക്ഷ്മി? ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നോ? ഓക്കെ, ഞാൻ നന്ദിനിയെ കൂട്ടി വരാം. ശരി. എന്താ മഹിട്ട? സാരം കോൾ കട്ട് ചെയ്ത് നന്ദിനി ചോദിച്ചു. ലക്ഷ്മിയായിരുന്നു, നിഹയുടെ അമ്മ. എത്രയാണെന്ന് വെച്ചാൽ നിഹ ഇതുപോലെ അവളുടെ ഇഷ്ടത്തിന് വിടുകയെന്ന്. എന്തായാലും ഇന്ന് അവളുടെ കാര്യത്തിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കണമെന്നാണ് അളിയൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്കൊന്ന് ചെല്ലാവോ എന്ന്. എത്രയെന്ന് വെച്ചാൽ സ്വന്തം മകളോട് വഴക്കിട്ടിരിക്കുക. അത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യാനാ? കുറച്ച് ദിവസം കഴിഞ്ഞ് US തന്നെ തിരിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. താൻ സാറിങ് എന്താ പറയാതെ തോന്നുമ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. ത്രിമൂർത്തിസ് ഭാര്യമാരെ കൂട്ടാൻ പോയിരിക്കുക. ഇത്ര പെട്ടെന്ന് അവർ വന്നു എന്ന് കരുതി നന്ദിനി ചെന്ന് വാതിൽ തുറന്നതും സിദ്ധാർത്ഥായിരുന്നു. ഹായ് ആൻറ്റി. മോനെ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? വാ, അകത്ത് കയറിയിരിക്കേ. നന്ദിനി അകത്തേക്ക് വിളിച്ചതും അവൻ നന്ദിനിക്ക് പിറകെ അകത്തേക്ക് കയറി. ഇത്ര പെട്ടെന്ന് അവർ വന്നെന്ന് ചോദിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്ന സാരംഗ് പ്രതീക്ഷിക്കാതെ സിദ്ധാർത്ഥിനെ കണ്ട് ഒരു അമ്പലപ്പിൽ നിന്ന്. ഹലോ അങ്കിൾ. സിദ്ധാർത്ഥ് വാടോ. എന്താ പെട്ടെന്നൊരു വരവ്? നന്ദിനി മോൻ കുടിക്കുന്നത് എന്തിലെടുക്ക്? വേണ്ടെങ്കിൽ കുഴപ്പമില്ല. സിദ്ധാർത്ഥിൻ്റെ സൗണ്ട് കേട്ടതും നിങ്ങൾ റൂമിൽ നിന്ന് ഹാളിൽ ഹാജരായി. എൻ്റെ ഫ്രണ്ട്സിന് എൻഗേജ്മെൻറ്റിന് ട്രീറ്റ് ഉണ്ട്. അപ്പം ദേവയെ എല്ലാവരും ദേവു നന്ദ നിന്ദ വിളിക്കുന്നുണ്ട്. ചേഞ്ചില്ലവൻ വിളിക്കുന്നതാ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? സിദ്ധാർത്ഥ ചോദിക്കുന്നത് കേട്ട് നന്ദിനി സാരംഗും മുഖത്തോട് മുഖം നോക്കി. താൻ മോളെ വിളിക്ക്. നന്ദിനിയുടെ സാരംഗ് പറഞ്ഞതും അവർ നന്ദുവിനെ വിളിക്കാൻ പോയി. ഞാനൊന്നും പോകുന്നില്ല, പിന്നെ എനിക്കങ്ങും വയ്യ. ഞാൻ എന്ത് ചെയ്യാനാ? സിദ്ധാർത്ഥത്തെ നിൻ്റെ അച്ഛനുമായി സംസാരിക്കുക. ഈ അങ്ങേക്ക് വരാൻ കൊണ്ടൊരു നേരം. ഒരു കാര്യം ചെയ്യും, അമ്മ അവിടേക്ക് ചെല്ലി, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് നന്ദിനിയെ പറഞ്ഞിട്ടിട്ട് നന്ദു ഫോണെടുത്ത് ത്രിമൂർത്തീസിനെ കോളാക്കി. അവളെവിടെ നന്ദിനി? ഞാനിവിടെ ഉണ്ടച്ചാ. അതും പറഞ്ഞ് നന്ദു റെഡിയായി വന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്കിൾ? പോയിട്ട് വാ. ഇറങ്ങാൻ നേരം നീയെന്ന് നോക്കിയിട്ട് സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങി. മോളെ, ഞങ്ങൾക്ക് ഇടവരും പോകാനുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും അവരെങ്ങ് എത്തും. കുഴപ്പമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്ന് പുറത്തു പോകണം, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. എന്നാൽ ഓക്കെ. ത്രിദേവ്സിനെ കൂട്ടി മാൻഷനിലേക്ക് തിരിക്കുകയാണ് നന്ദുവിൻ്റെ കോള് വന്നത്. അതോടെ എന്തോ റീസൺ പറഞ്ഞ് റയാനും ദേവനും ബൈക്ക് വെച്ച് വണ്ടിയിൽ നിന്നിറങ്ങി. അത് കണ്ട് ഗേൾസ് ടീമിന് ഡൗട്ട് അടിച്ചെങ്കിലും അവരൊന്നും മിണ്ടിയില്ല. കാശി അവരെയും കൂട്ടി മാൻഷനിലേക്ക് ചെല്ലുമ്പോൾ നീ എവിടെയോ പോകാനായി റെഡിയായി നിൽക്കുമായിരുന്നു. ചോദിച്ചപ്പോൾ നേരത്തെ സാരംഗിനോട് പറഞ്ഞ അതേ പല്ലവി തന്നെ ആവർത്തിച്ചു. നിഹയെ മുന്നിൽ കണ്ടപ്പോൾ തന്നെ ത്രിദേവ്സ് മുഖം തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുവാണ് റിൻഷയുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നത്. റിച്ച് കോൾ എടുത്തതും പതിയെ അവളുടെ എക്സ്പ്രഷനൊക്കെ മാറാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ താഴെ ഇറങ്ങി ഷീബ ചേച്ചിയോട് നന്ദു എവിടെയെന്ന് ചോദിച്ചതും സിദ്ധാർത്ഥ് വന്നിരുന്നെന്നും അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോയെന്നും അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തിക്കേട് ഫീലാവാൻ തുടങ്ങി. ശ്രുതി റിച്ചിനോട് എന്താ ഉണ്ടായതെന്നൊക്കെ ചോദിച്ചിട്ടും അവൾ നിന്ന് കയ്യിലുള്ള മൊബൈൽ ഞെരിക്കുന്നല്ലാതെ ഒരക്ഷരം വേണ്ടിയില്ല. ആരാ വിളിച്ചത്? നീ എന്തിനൊന്ന് പറയുന്നുണ്ടോ? എനിക്കൊന്ന് പുറത്ത് പോകണം. അതും പറഞ്ഞ് അവൾ പോകാൻ നിന്നതും ഞങ്ങൾ അവളെ പിടിച്ചു നിർത്തി. എവിടേക്ക് നീ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനെല്ലാം വന്നിട്ട് പറയാം, ഇപ്പം എനിക്ക് പോയേ പറ്റൂ. അതും പറഞ്ഞ് അവൾ വേഗം പോയി. അവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. മിക്കവാറും സിദ്ധാർത്ഥ് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഞാനും കൂടി ഒന്ന് അവളോട് കൂടെ പോകാമെന്ന് എന്നോട് പറഞ്ഞ് അവൾ പോകാൻ നിന്നതും കാശേട്ട അവളുടെ മുന്നിൽ കയറി നിന്നതും ഒരുമിച്ചായിരുന്നു. കാശേട്ട അവിടെ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ഞാൻ വേഗം സ്കൂട്ടർ എടുത്ത് ഗേറ്റ് കടന്നതും മുന്നിൽ DK ബ്രോനെ കണ്ട് ഞാൻ ബ്രേക്ക് ഇട്ടു. ആളെന്നോട് കൂടുതലൊന്നും പറയാത്തൊരു ഫോൺ എൻ്റെ നേരെ നീട്ടി. നിഹയുടെ ഫോണാണ്. പാസ്വേഡ് ഇതിലേക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, നിനക്ക് ഉപകാരപ്പെടും, ടേക്ക് കെയർ. അത്രയും പറഞ്ഞ ആൾ പോയി. ഞാനാണെങ്കിൽ എന്താ സംഭവം മനസ്സിലാവാതെ കുറച്ചു നേരം അങ്ങനെ നിന്നെങ്കിലും പെട്ടെന്ന് വെളിവ് കിട്ടിയതുപോലെ ആ വീഡിയോ എടുത്ത് നോക്കി. ആ വീഡിയോ കണ്ടതും ഞാൻ DK ബ്രോനെ അവിടെ മുഴുവൻ നോക്കിയെങ്കിലും ആളെവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കളയാതെ ആ വീഡിയോയുടെ കാര്യം ഓർത്ത് വല്ലാത്തൊരു കോൺഫിഡൻസിൽ ഞാൻ വണ്ടിയെടുത്തു. കാശി പ്ലീസ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോൾ അർജൻറ്റ് ഒരിടത്ത് പോകണം. റിൻഷൊക്കെ പേണൽ അതിൻ്റെ ആവശ്യമില്ല. കാശി അങ്ങനെ പറഞ്ഞതും മുന്നോട്ട് നടന്ന ശ്രുതി അവിടെ നിന്നു. നമുക്കൊരിടവരെ പോകാനുണ്ട്, നിങ്ങൾ വാ. അതും പറഞ്ഞ് കാശി അവരെ വണ്ടിനെ നോക്കി മുന്നോട്ട് നടന്നു. ഇതേതാ സ്ഥലം? ഏതോ ഒരു പണി തീരാത്ത ബിൽഡിങ്ങിന് മുന്നിൽ വണ്ടി നിർത്തിയത് കണ്ട് റീമ ചോദിച്ചു. സിദ്ധാർത്ഥിൻ്റെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ അകത്തേക്ക് വാ. അതും പറഞ്ഞ് ആളകത്തേക്ക് പോയതും എന്താ സംഭവം എന്നറിയാതെ ഞങ്ങളും പിറകെ പോയി. ഏതൊക്കെ വഴിയിലൂടെ പോയി ഒരു റൂമിന് വെളിയിലാണ് ഞങ്ങൾ നിന്നത്. ആരുടെ മൂളിൽ മാത്രം പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാശി ഡോറിൽ കെട്ടിയതും ധ്രുവേട്ടം വന്ന് വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയതും വീണ്ടും മൂളിൽ കെട്ടി ഞാൻ റീമയെ ചുറ്റും നോക്കിയപ്പോഴാണ് സൈഡിലുള്ള പില്ലറിൽ കെട്ടിയിരിക്കുന്ന നിഹയെ കാണുന്നത്. ഇവളോ? ഇവിടെ ഉള്ളിടത്തോളം റിൻഷ സേഫായിരിക്കും.
അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവോ? മീൻ സിദ്ധാർത്ഥ ഇവളും അറിയാം. അവനെ ഇവളെ പറ്റിയുള്ള എല്ലാ കാര്യവും ഞങ്ങൾക്കറിയാം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നാടകമെല്ലാം കളിച്ചത്? അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ഇവരെ ഇതുപോലെ മുന്നിൽ കിട്ടുമായിരുന്നോ? ഞങ്ങൾക്ക് ഇവരെ പറ്റി ഒന്നും അറിയില്ലെന്ന ധൈര്യത്തിലാണ് ഇവർ നാട്ടിലേക്ക് വന്നത് തന്നെ. ആ വിശ്വാസം ഞങ്ങളായിട്ട് തകർക്കാനും നിന്നില്ല. നമ്മളെല്ലാം കൊടുക്കാൻ വേണ്ടി ഹരിനാരായണവേ സിദ്ധാർത്ഥ നന്ദു അവനുമായുള്ള വിവാഹകാര്യം അവതരിപ്പിച്ചത്. അവനുണ്ടാക്കിയ പ്ലാൻ കൊണ്ട് തന്നെ അവനെ തന്നെ കൊടുക്കാൻ വേണ്ടിയാ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അങ്ങനെ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായത്. നന്ദു പെട്ടെന്ന് സമ്മതം പറഞ്ഞത് എല്ലാം കാര്യങ്ങളും ഞങ്ങൾ അവളോട് പറഞ്ഞതുകൊണ്ടാണ്. അത്രയ്ക്ക് സംഭവങ്ങളുണ്ടായിട്ടും സിദ്ധാർത്ഥിനെ ഇവളെ പറ്റി ഒന്നും തന്നെ ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും എല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. കാശി പറയുന്നതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ എല്ലാം അപ്പം തന്നെ പറഞ്ഞാലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പം റിച്ച് എവിടെയാ? സിദ്ധാർത്ഥിൻ്റെ അടുത്താണോ? അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയുന്നുണ്ടാവില്ല. റീമ ഓരോന്ന് ചോദിക്കുന്നത് കേട്ടാണ് ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചത്. പേടിക്കണ്ട, അവളെ ഒറ്റയ്ക്ക് അവൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ പറഞ്ഞേക്കുമോ? എന്തായാലും ഞാനും എവിടേക്ക് പോകുക. ധ്രുവ്, ഒരു കാരണവശാലും ഇവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല, കേട്ടല്ലോ? നീ പോയിക്കോ. ഇവളുടെ ഒരു കാര്യം ഞാൻ ഏറ്റു. ധ്രുവേട്ടൻ പറഞ്ഞതു കാശി ഞങ്ങളെന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാശി ഒന്ന് നിൽക്ക്. പിറകെ നിന്ന് ശ്രുതിയുടെ ശബ്ദം കേട്ട് കാശി തിരിഞ്ഞതും അവൾ ഓടി അവൻ്റെ അടുത്ത് എത്തിയിരുന്നു. സോറി. അവൻ്റെ അടുത്ത് ചെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും കാശി ഒന്ന് ചിരിച്ചു. ഇറ്റ്സ് ഓക്കെ, ഇന്നത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പം അകത്തേക്ക് ചെല്ല്. ടേക്ക് കെയർ. അതും പറഞ്ഞ് കാശി പോയതും ഇവളൊന്ന് നെടുവീർപ്പിട്ടു. ഇത്രയും നാൾ ചെയ്തതിനില്ല, ഇനി ചെയ്യാൻ പോകുന്നതിനെയാണ് അവൾ സോറി പറഞ്ഞതെന്നറിയാതെ അവനും പോയി. ധ്രുവ് റീമയെ നെക്സ്റ്റ് റൂമിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ്. ആ സമയം നോക്കി അവൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നേരിട്ടിരിക്കുന്ന റൂമിലേക്ക് കയറി. ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ നിഹ അവളെ നോക്കി കലിപ്പാക്കാൻ തുടങ്ങി. സോറി നിഹ, അവർ നിനക്ക് നിശ്ചയിച്ച സമയത്തിന് മുന്നേ ഞാൻ എൻ്റെ പണി തുടങ്ങുക. സോറി. അതും പറഞ്ഞ് അവൾ ടേബിളിരുന്ന ഗണ്ണ് നേരത്തെ വീഡിയോ എടുത്തപ്പോൾ അവൾക്ക് നേരെ ചൂണ്ടിയ ഗണ്ണ് അതെടുത്ത് നിഹയ്ക്ക് നേരെ ചൂണ്ടിയതും പെട്ടെന്ന് അവൾക്ക് കഴുത്തിലൊരു തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതറിഞ്ഞവൾ നോക്കിയതും കഴുത്തിൽ വെച്ചിരിക്കുന്ന കത്തി കണ്ട് അവളൊന്ന് ഞെട്ടി. നിഹയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നിന്നെയും വേദനിപ്പിക്കേണ്ടി വരും. കാതിനരികിൽ ധ്രുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ നിഹയ്ക്ക് നേരെ പിടിച്ച് ഗണ്ണ് താഴ്ത്തി. ചീറ്റിംഗ് ചെയ്യുവാണോ? ഡ്യൂട്ടി ചെയ്യുവാണ്. അവൾ ചോദിച്ചപ്പം തന്നെ ധ്രുവിൻ്റെ മറുപടി വന്നതും അവൾ കണ്ണടച്ചു തുറന്നു. സോറി ധ്രുവേട്ടാ. അവൾ സോറി പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ ധ്രുവ് അവളെ നോക്കിയതും ധ്രുവിൻ്റെ തലയ്ക്ക് പിറകിൽ നിന്നും അടിയേറ്റതും ഒരുമിച്ചായിരുന്നു. നന്ദു, എവിടെ സിദ്ധാർത്ഥ്? നിന്നോടാ ചോദിക്കുന്നത്. നന്ദു എവിടെയെന്ന്? കൂൾ ഡൗൺ ബേബി. നാത്തുവിനോട് വലിയ സ്നേഹമാണല്ലോ. അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ റെഡിയായി എത്തിയിരിക്കുകയാണല്ലോ. നീ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നില്ലേ? ഇനി മര്യാദയ്ക്ക് നന്ദുവിനെ വിട്ടേക്ക്. ഷു, അങ്ങനെ എനിക്ക് അവളെ വിടാൻ പറ്റുമോ? പിന്നെ പറഞ്ഞ വാക്ക് മുഴുവൻ നടത്തി കാണിക്കാൻ ഞാൻ ഹരിശ്ചന്ദ്രൻ്റെ മകനൊന്നുമില്ല. നിന്നെ മാത്രമല്ല, നിൻ്റെ കൂടെയുള്ള ബാക്കി രണ്ടിനെയും അതുപോലെ നിൻ്റെയൊക്കെ കെട്ടിയമാരെയും എനിക്ക് എൻ്റെ മുന്നിൽ കിട്ടണം. അതെനിക്ക് അവളെ എൻ്റെ കസ്റ്റഡി വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ലാപ്പ് അവൾക്ക് നേരെ തിരിച്ചതും കണ്ണൊക്കെ മൂടിക്കെട്ടി ഒരു ചേരൽ കെട്ടിയിട്ടിരിക്കുന്ന നന്ദിയെ കണ്ടതും റിൻഷ അവനെ ചുട്ടൊരുക്കാനുള്ള ദേഷ്യത്തോടെ നോക്കി. അത് കണ്ട് സിദ്ധാർത്ഥ് അവളെ പരിഹസിക്കുന്ന രീതിക്ക് ചിരിക്കാൻ തുടങ്ങിയതും റിൻഷയെ പതിയെ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് സിദ്ധാർത്ഥ് അവളെ സംശയത്തോടെ നോക്കിയതും നേരത്തെ അവനിരുന്ന് കസേരയിലേക്ക് കയറിയിരുന്ന് റിൻഷ തൻ്റെ ഇളി കണ്ടിന്യൂ ചെയ്തു. എന്നാലും സിദ്ധാർത്ഥെ, നിന്റെ വാക്കും കേട്ട് വെറുതെ ഞാനിങ്ങ് കയറി വരുന്നു നീ കരുതിയോ? തമാശ തമാശ. ഷോ, ഇതാണ് പറഞ്ഞ് ചിരിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ. ഡി, റിൻഷയുടെ ഇളി കണ്ട് സിദ്ധാർത്ഥ് കൈ കയറി അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങിയതും റിൻഷയുടെ അടുത്ത ചോദ്യം കേട്ട് അവരൊന്ന് സ്റ്റെക്കായി നിന്നു. എന്താന്നല്ലേ? അല്ല, ഒരാൾ മിസ്സിംഗ് ആണല്ലോ. എവിടെ നിന്നെ സ്വീറ്റാ? നിഹാരിക കാണാനില്ലല്ലോ. ഒരുമാതിരി ആക്കുന്ന രീതിയിലുള്ള അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് നിന്നു. അവളവിടെ പോയെന്ന് ആലോചിക്കുവാണോ? എന്തിനാ വെറുതെ ആലോചിച്ച സമയം കളന്ന്? ഒന്ന് വിളിച്ചു നോക്കുന്നേ. കസേരയിൽ ചാരി ഇരുന്നുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ഒരു സംശയത്തോടെയാണെങ്കിലും സീത്ത് ഫോണെടുത്ത് നിഹയ്ക്ക് ഡയൽ ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ നോക്കിയതും നിഹയുടെ ഫോണെടുത്ത് കറക്കി കളിക്കുന്ന റിൻഷയെ. എന്തെങ്കിലും നോക്കുന്നേ? ഓ, നിഹയുടെ ഫോൺ എങ്ങനെ എൻ്റെ കയ്യിൽ വന്നതെന്നാണോ? നിഹ എവിടെ? നിന്നോടാ ചോദിച്ചത് അവൾ എവിടെയെന്ന്. അവൻ്റെ അലർച്ച കേട്ട് റിൻഷ ചെവിയൊന്ന് പൊത്തിയിട്ട് നിഹയുടെ ഫോണെടുത്ത് അതിലുള്ള വീഡിയോ ഓൺ ചെയ്ത് അവനെ നേരെ നീട്ടി. കുറച്ച് മുന്നേ ലാപ്പിൽ നന്ദുവിൻ്റെതും കാണിച്ചത് മതിരി. പക്ഷേ ഇവിടെ വ്യത്യാസം എന്തെന്നാൽ നിഹാരുടെയും ഗൺ പോയിന്റിലാണ്. യു പറയടി, എവിടെ എൻ്റെ നിഹ? റിൻഷയുടെ കൊല്ലിയൊക്കെ പിടിച്ച് പൊക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ സർവ്വശക്തിയും എടുത്തവനെ പിറകിലേക്ക് തള്ളി. അരമണിക്കൂറിനുള്ളിൽ നന്ദി വീട്ടിലെത്തിയില്ലെങ്കിൽ നിന്റെ നിഹ എന്നേക്കുമായി ഈ ലോകത്തോട് ബൈ ബൈ പറയും. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? അവളെ വിടാതെ തന്നെ നിന്നെക്കൊണ്ടെല്ലാം ഞാൻ പറയിപ്പിക്കും. ചാകാനും റെഡി വന്ന് എന്നെക്കൊണ്ട് നീ അത് പറയിക്കോ? എങ്കിലതൊന്നും അറിയണമല്ലോ. നീ വൈകി വന്ന 1 മിനിറ്റ് എഫക്റ്റ് ചെയ്യുന്നത് അവൾക്കാ, നിഹയ്ക്ക്.
അതും കൂടി ഓർത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. വാച്ച് നോക്കിയൊരു ഭീഷണി കൂടി നോക്കി അവൾ സിദ്ധാർത്ഥിനെ നോക്കിയതും അവനൊന്ന് കണ്ണുകടച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് ആരെയും വിളിച്ച് നന്ദുവിനെ വിട്ടേക്കാൻ പറഞ്ഞു. അത് കണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് റിൻഷ നേരത്തെ ഇരുന്ന് എടുത്തതിൻ്റെ പോയിരുന്നു. ഇനി പറഞ്ഞേ നിഹ ഇവിടെ? അതിന് നന്ദു വീട്ടിലെത്തിയിട്ടില്ലല്ലോ. അവൾ എത്തട്ടെ, എന്നിട്ട് ഞാൻ പറയാം നിന്റെ നിഹ എവിടെയെന്ന്. ഡീ ഒച്ച വെക്കണ്ട, പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കും. ഫോൺ കയ്യിലെടുത്ത് കറക്കി അവൾ പറഞ്ഞത് കേട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ടേബിൾ ചവിട്ടി തെറിപ്പിച്ച് അവളുടെ ഓപ്പോസിറ്റായിരുന്നു. നന്ദു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ എന്നെ പറഞ്ഞേക്കില്ലല്ലോ. ഹോ ഗോഡ്, ഇനി സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ ഭാബീസിനെ അവൻ എന്തെങ്കിലും ചെയ്തു കാണോ? നന്ദു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓരോന്നാലോചിച്ച് ഞാൻ പെട്ടി പൊളിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് റെയിൻട്രോൻ്റെ സൗണ്ട് കേട്ടത്. തുടരും. ബാക്കി എന്താ പറയുന്നത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. ബൈ.